ഇന്ന് ഞാനിവിടെ ബ്രെഡ് മസാല ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും 1/2 കപ്പ് റവയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതും 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട പൊടികൾ 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും വേണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സ്ലൈസസ് മുറിച്ചിട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഈ എടുത്തു വെച്ചിരിക്കുന്ന റവയും തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. എല്ലാം കൂട്ടിയിട്ട് ഇവിടെ ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയ ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി ഈ അരച്ച മാവ് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഒരുപാട് നേരം ഇത് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആ മാവിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അതും കൂടി കണക്കാക്കി നമ്മൾ ഇതിൽ ചേർത്തെടുത്താൽ മതി. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തണുത്തിട്ടാണ് നമ്മൾ മാവിൽ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മസാല നമുക്ക് ഇതിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആവി വരാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ നമുക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി വിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഇഡ്ഡലി പാത്രം മൂടിയിട്ട് 10 മിനിറ്റ് നമുക്കിത് ആവിയേറ്റാം. ഇതിവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ ഇഡ്ഡലി പാത്രം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് ഈ ഇഡ്ഡലി മോൾഡിൽ നിന്ന് ഇഡ്ഡലി ഇളക്കാം. ഇഡ്ഡലി എല്ലാം ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എണ്ണ തേച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടും. ബ്രെഡ് മസാല ഇഡ്ഡലി ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇഡ്ഡലിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.